ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ നാട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ എണീച്ചിങ്ങനെ ചുമ്മാ ഇങ്ങനെ മുറ്റത്തോടെയൊക്കെ നടക്കുകയാണ്. അപ്പോൾ അമ്മേൻ്റെ കുറേ പൂക്കളെല്ലാം ഇങ്ങനെ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ രാവിലെ തന്നെ എണീച്ചു. ഇപ്പോൾ 7 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചുമ്മാ വിചാരിച്ചു ഞാൻ ചുമ്മാ ഒന്ന് ബീച്ചൊക്കെ ഒന്ന് പോയിട്ട് വരാം. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കാപ്പാട് ബീച്ച്. അപ്പോൾ ഞാൻ അതിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി രാവിലെ തന്നെ കാപ്പാട് ബീച്ചൊക്കെ ചുമ്മാ ഒന്ന് കാണാമെന്ന് വെച്ച് പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നാട്. അപ്പോൾ എൻ്റെ നാട് ഫുൾ ഒരു വയലിൻ്റെ സൈഡാണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു റോഡാണിത്. അപ്പം ഫുൾ വയലാണ്. ഇങ്ങനെ പറയുക ഏക്കർ കണക്കിന് വയലാണ്. ആ വയലിൻ്റെ കൂടി അടുക്കുള്ള റോഡാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ടൗണിലേക്ക് പോകുന്ന മെയിൻ റോഡാണ്. ഈ അമ്പലം കണ്ടോ? ഈ അമ്പലം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ്. ഈ അമ്പലത്തിലാണ് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞത്. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു പുഴയാണ്. ഈ പുഴേൻ്റെ ഈ പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ആൾക്കാരൊക്കെ കുറേ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ ഈ പുഴയ്ക്ക് ഇപ്പം ഒരു സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം എത്രയോ ആൾക്കാർ ഇപ്പം സൂയിസൈഡ് ചെയ്യാൻ ഈ ഒരൊറ്റ പാലാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുതിയ NH കയറി. ഇതിലൂടെ റോഡല്ല, വാഹനമൊന്നും അങ്ങനെ പോകുന്നില്ല. അതായത് നമ്മുടെ പ്രൈവറ്റ് കാറ്, ബൈക്ക് അങ്ങനത്തെ ഒക്കെ പോകുന്നുള്ളൂ. അല്ലാണ്ട് ഓപ്പണായി കൊടുത്തിട്ടില്ല ഈ റോഡൊന്നും. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ പൊയ്ക്കാവ് അമ്പലത്തിൽ കയറി. കുളിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് തൊഴുതുങ്ങ് പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മളുടെ റോഡ് വന്ന് ബീച്ചിൻ്റെ റോഡിലേക്ക് കയറി. അതായത് നമ്മൾ പൊയ്ക്കാവുന്ന വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലോട്ടുള്ള റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ കൂടെ പോകാൻ. എസ്പെഷ്യലി നമ്മൾ സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് ഒരു അങ്ങനെയൊക്കെ പോകുന്ന ഒരു റോഡ് ടൈപ്പാണ്. പക്ഷേ ഇപ്പം കടൽക്ഷോഭെല്ലാം വന്നിട്ട് ഫുൾ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ എന്നാലും നല്ല രസമാണ്. എനിക്ക് അതിലേക്ക് പോയാൽ ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് സൈഡിലും തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അതിലൂടെയൊക്കെ കുറേ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഈ റോഡിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ നേരം അങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. നല്ല രസമാണ്. ആക്ച്വലി മോർണിംഗ് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല രസമാണ്. നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി ബീച്ചിൽ ഇങ്ങനെ പോയിരിക്കാനും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്കൂട്ടർ എടുത്ത് ഇങ്ങനെ പോകാനും. അങ്ങനെ ആൾ കുറേ മുമ്പോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും ലെഫ്റ്റ് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മളുടെ മെയിൻ പാർക്കും ഈ ലെഫ്റ്റ് സൈഡാണ് മെയിൻ പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ആൾക്കാരൊക്കെ വൈകുന്നേരം വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു കാപ്പാട് ബീച്ചിൽ നിന്ന് അടിച്ചൊക്കെ കാണുന്ന ആ ഒരു പാർക്കെല്ലാം ആ ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി വെക്കുകയാണ്. നല്ല സ്ട്രെയിറ്റ് റോഡ് കിട്ടി. നല്ല രസമായിട്ട് എടുക്കുക. ഇത് സ്ലോ ആവും. നീ മിക്സ് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ്.
ഒരാള് ഇപ്പം ഞങ്ങൾ സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്തിട്ട് പാർക്കിലോട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. രാവിലെ ആകുമ്പോൾ ചിലപ്പം ഇവിടെ എൻട്രി ഫീ ഉണ്ട്. രാവിലെ ആകുമ്പോൾ ചിലപ്പം ഫ്രീ ആണോ എന്ന് നോക്കി. പക്ഷേ എങ്കിൽ രാവിലെ ആകുമ്പോൾ അവിടെ എൻട്രി ഫീ ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതിനുള്ളിൽ കയറിയിട്ടൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് കയറേണ്ട ആവശ്യമില്ല. കുറേ പ്രാവശ്യം അവിടെ പോയതാണ്. ഞങ്ങൾ ചുമ്മാ കയറിയില്ല. അപ്പോൾ അവർ എൻട്രി ഫീ ചെയ്യാൻ പറഞ്ഞു. അവിടെ കയറിയിട്ടൊന്നുമില്ല. കാരണം ആവശ്യമില്ലാന്ന് തോന്നി. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഒരു സൈഡ് ബീച്ചിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ബീച്ചിലോട്ട് നടന്ന്, അതായത് നമ്മൾ കടലൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അതിന് തൊട്ടിപ്പുറം തന്നെ അവിടെ കണ്ടോ ആൾക്കാർ പുതിയ ഒരു ബോട്ട് മീനുമായിട്ട് വരുന്നുണ്ട്. അതിനെ കരക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളും കുറച്ച് വെയിറ്റ് ചെയ്തു. കാരണം മീനുണ്ട്, നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഫ്രഷ് മീൻ നമുക്ക് ചെറിയ പൈസ കുറേ വാങ്ങാൻ പറ്റില്ല. ഇങ്ങനെ ആൾക്കാരെടുക്കുന്നു. അത് കണ്ടോ തിരമാല നോക്കിയിട്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് പോകുന്ന അവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ വെയിലാകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊയിലാണ്ടി മെയിൻ എൻഎച്ചിലെത്തി. ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊയിലാണ്ടി ടൗണ്. പഴയ ടൗണാണ്. എന്താ പറയുക, ഇപ്പോഴും ഒരു പഴയ നൊസ്റ്റാൾജിക് ഫീലുള്ള ഒരു ടൈപ്പ് ഓഫ് ടൗണാണ്. പഴയ ടൈപ്പ് കടകളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ കൊയിലാണ്ടി ബോയ്സ് ഹോസ്റ്റലിന് ഓപ്പോസിറ്റുള്ള ഒരു ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കും. ഞങ്ങൾ എപ്പോഴും അവിടെ പോയി ചായ കുടിക്കാനാണ്. നല്ല അടിപൊളി സ്നാക്സ് എല്ലാം കിട്ടും. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചത് ചായയും തിരിച്ച് പത്തിരിയാണ്. അപ്പം ഇത് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. ഞങ്ങൾ രാവിലത്തെ ബീച്ച് റൈഡെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീണ്ടും നല്ല ശ്യാമസുന്ദരമായ നാടാണിത്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.